അപ്പോൾ നമസ്കാരം. ആധികാരികമായിട്ട് നിങ്ങളോട് സംസാരിക്കാമെന്ന് എനിക്കറിയാൻ പാടില്ല. ഒരു സാധാരണക്കാരൻ, ഒരു 10ാം ക്ലാസ് പാസ്സായ ഒരുത്തൻ്റെ ഒരു രീതിയിലുള്ള ഒരു വർത്തമാനം എനിക്ക് വരുള്ളൂ. അപ്പം ഞാൻ എൻ്റെ വീടിൻ്റെ അയലോക്കത്ത് ഇന്നലെ നടന്ന ഒരു സംഭവം, നമ്മുടെ പിണറായിയുടെ പോലീസിന് പോലും ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു രീതിയിൽ പിള്ളേർ പഞ്ഞിക്കിട്ടു പോലീസുകാരനെ. അതൊന്ന് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അതൊന്ന് ഞാൻ കാണിച്ചു തരാം. ഇതൊന്ന് ആദ്യം കാണുക. മൂവാറ്റുപുഴയിൽ പോലീസുകാരന് നേരെ വധശ്രമം. വാഹന പരിശോധനയ്ക്കിടെയാണ് കാർ ഇടിപ്പിച്ച് കൊല്ലാൻ ശ്രമം നടത്തിയത്. കല്ലൂർക്കാട് സ്റ്റേഷനിലെ SI EM മുഹമ്മദിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. ശരീരത്തിലൂടെ കാർ കയറ്റി ഇറക്കി, കൈയും കാലും ഒടിഞ്ഞു. കാറിലുണ്ടായിരുന്ന 2 പേർക്കും വേണ്ടി തിരച്ചിൽ തുടരുകയാണ്. കാർ ബ്ലാക്ക് റോഡ് സൈഡിൽ കിടക്കുന്ന കണ്ടു. വണ്ടിയൊക്കെ പാസ് ചെയ്തപ്പോൾ 2 പേരെന്തോ കൈമാറുന്ന പോലെ എനിക്ക് തോന്നി. വണ്ടിയിട്ടുണ്ട് ചെറുപ്പക്കാർ പിള്ളേരായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഇറങ്ങി നോക്കട്ടെ എന്ന് പറഞ്ഞു. അവിടെ പറഞ്ഞപ്പോഴേക്കും നേരെ റിവേഴ്സ് ഇട്ടിട്ട് വണ്ടി ലെഫ്റ്റിലേക്ക് ഫുള്ള് ഒടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഡ്രൈവറുടെ സൈഡിലാണ് നിന്നത്. അവനോട് ഇറങ്ങാൻ പറഞ്ഞുകൊണ്ട് ആദ്യം എൻ്റെ കാലേ കൂടെ വണ്ടി കയറി. അപ്പോഴും ഞാൻ വീണു കഴിഞ്ഞപ്പോൾ ഈ തൊറയുടെ ഇതിൽ കൂടെ ഇങ്ങനെ കയറി, കയ്യെ കൂടെ കയറി, ചെസ്റ്റിൻ്റെ ഇതിൽ കൂടെ കയറി, ഇങ്ങനെ ആ വീല് ഇങ്ങനെ കയറി ഇറങ്ങിപ്പോയി അങ്ങോട്ട്. വിശദാംശങ്ങൾ ആഷ്ലി ജോയി നൽകും. ആഷ്ലി, ഈ വാഹന പരിശോധനയ്ക്കിടെ പോലീസുകാർക്ക് നേരെ വാഹനം ഇടിപ്പിക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതും വധശ്രമത്തിലാണ് കേസെടുക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. വാഹനം ശരീരത്തിലൂടെ കയറ്റി ഇറക്കുന്നു, കയ്യും കാലും ഒടിയുന്നു. എന്താണ് ഇത്രയും ഗുരുതരമായ ഒരു ആക്രമണത്തിന് കാരണം? ഈ പ്രതികൾ ആരാണ്? എന്തായിരുന്നു ഈ ഒരു ആക്രമണത്തിന് കാരണമായി പോലീസ് വിലയിരുത്തുന്നത്? പ്രതികളെക്കുറിച്ച് സൂചനകളുണ്ടോ? അഭിലാഷ്, ഇന്ന് വൈകിട്ട് 4:30യോടെയാണ് മൂവാറ്റുപുഴ കദളിക്കാട് വെച്ച് പോലീസുകാരന് നേരെ ഈ ആക്രമണം ഉണ്ടായത്. ഈ വാഹനം പരിശോധിക്കുന്ന ഇടയായിരുന്നു ആക്രമണം. കല്ലൂർക്കാട് പോലീസ് സ്റ്റേഷനിലെ SI മുഹമ്മദ് EMന് നേരെയാണ് ഈ ആക്രമണം ഉണ്ടായത്. വാഹന പരിശോധന നടത്തുന്നതിനിടെ ഈ റോഡിന്റെ സൈഡിലായി ഒരു കാർ നിർത്തിയിട്ടിരുന്നു. ഒരു കറുത്ത കളർ കാറായിരുന്നു അത്. ഈ കാറിനകത്ത് 2 പേരാണ് ഉണ്ടായിരുന്നത്. 2 ചെറുപ്പക്കാരായിരുന്നു. ഏറെ നേരം ഈ കാറ് റോഡിന്റെ വശത്തായി നിർത്തിയിട്ടിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് മുഹമ്മദ് കാറിന്റെ അകത്തേക്ക് ചെന്നു. എന്നാൽ ഈ യുവാക്കൾ പരസ്പരം എന്തോ കൈമാറുന്നതും SI ശ്രദ്ധിച്ചിരുന്നു. ഇതേ തുടർന്ന് വാഹനം പരിശോധിക്കണമെന്ന് SI ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ ഈ വാഹനം പരിശോധിക്കണമെന്നുള്ള ആവശ്യം, SI മുന്നോട്ട് വെച്ച ആവശ്യം ഈ യുവാക്കൾ എതിർത്തു. തുടർന്നാണ് ഇവർ കാറ് മുന്നോട്ടെടുത്ത് SIയുടെ ശരീരത്തിലൂടെ ഈ വാഹനം കയറ്റി ഇറക്കുന്നത്. SIയെ ആദ്യം ഇടിച്ചു വീഴ്ത്തി, പിന്നീട് കൈയുടെയും കാലിന്റെയും സൈഡിലൂടെ ഈ വാഹനം കയറ്റി ഇറക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഉദ്യോഗസ്ഥനെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കൈക്കും കാലിനും ഒടിവുണ്ട്. അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് പോലീസ് ഉദ്യോഗസ്ഥനെ ഇപ്പോൾ ഉടൻ തന്നെ വിധേയനാക്കും. ഈ പ്രതികൾക്കെതിരെ ഇപ്പോൾ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. ഇവരാരാണെന്നോ അല്ലെങ്കിൽ ഇവർ എന്താണ് ഈ കൈമാറിയിരുന്നത്, എന്തെങ്കിലും തരത്തിൽ ുള്ള ലഹരി മരുന്ന് ഇടപാടുകളാണോ എന്നുള്ള കാര്യമെല്ലാം പോലീസ് അന്വേഷിച്ചു വരികയാണ്. നിലവിൽ ഇവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇവർക്കായുള്ള തിരച്ചിൽ ഇപ്പോൾ തുടരുകയാണ്. അപ്പം എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ ഈ കാണിച്ച പരിപാടി പറഞ്ഞാൽ ഇന്റർനാഷണൽ മണ്ടത്തരമാണ്. ഇതൊക്കെ ചെയ്ത് പോലീസുകാരുടെ മേത്തോടെയൊക്കെ വണ്ടി കയറ്റിയിട്ട് വിട്ട് നീയൊക്കെ ജീവിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടോ? എന്ത് മണ്ടത്തരം എൻ്റെ പിള്ളേരെ നിങ്ങൾ ഈ കാണിക്കണേ. ഇനി നിന്നെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ യുവന്മാർ പഞ്ഞിക്കിട്ട് നിന്റെ പണ്ടവും പള്ളയും എല്ലാം ഇളക്കിക്കളഞ്ഞ് നിന്നെ പണ്ടാറടക്കിക്കളയില്ല. നീക്ക് എന്ത് മണ്ടത്തരമാണ് കാണിക്കണേ. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ സറണ്ടറായി അല്ലെങ്കിൽ കാല് പിടിച്ച് ഒഴിവാകും, അല്ലാണ്ട് അല്ലെങ്കിൽ വണ്ടി എടുത്തുകൊണ്ട് വിട്ട് പോവാണ്ട് ഈ പോലീസുകാരൻ്റെ അല്ലെങ്കിൽ SIയുടെ ഒക്കെ മുതുകത്തോടെ വണ്ടി കയറ്റി കഴിഞ്ഞാൽ നീയൊക്കെ ജീവിക്കുന്നുണ്ടോ? നീയൊക്കെ അനിയന്മാരായതുകൊണ്ട് നിന്നോടൊക്കെ പറയണ ഇതൊക്കെ ഈ ചെയ്യണ പരിപാടി. എന്തെങ്കിലും തെണ്ടിത്തരം കാണിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കാല് പിടിച്ച് ഒഴിവാവുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാണിച്ച് അവിടുന്ന് സ്കൂട്ടായി പോവുക. ആരെ ഉപദ്രവിക്കാണ്ട് ഒരു മനുഷ്യൻ്റെയും മാനഹാനി അല്ലെങ്കിൽ ജീവഹാനി അല്ലെങ്കിൽ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാവേണ്ട കേസുണ്ടാക്കാണ്ട് ഇവരുടെ ഈ പോലീസുകാരുടെയൊക്കെ ഉപദ്രവിക്കായിട്ട് നീയൊക്കെ എന്ത് മയ്യന്മാരുടെ ഈ സുഹൃത്തുക്കളെ. എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. നിനക്കൊന്നും ഒരു വെളിവില്ലായിട്ടാണോ? നിന്നെയൊക്കെ നാളെ ഇനി അവിടെ കെട്ടിക്കഴിഞ്ഞാൽ നിന്നെ പിടിക്കാണ്ട് ഒരിക്കലും പോവില്ല. നിന്നെ പിടിക്കാണ്ട് പോവും. നിന്നെ ഒന്ന് ഒരിക്കലും നീ എവിടെ പോയി വിളിച്ചാലും നിന്നെയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നിന്നെയൊക്കെ പഞ്ഞിക്കിട്ട് നിന്റെ സകല ഇടപാടും തീർത്തവന്മാർ വിടില്ലേ. നീയൊക്കെ മണ്ടനാണോ? എന്തെങ്കിലും കാണിച്ച് അയ്യോ പത്തോ പറഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവതാ പറഞ്ഞ് നീ ഒഴിവായി പോകണ്ടല്ലടാ മയില്. ഇവന്മാരൊക്കെ എന്ത് വാണങ്ങളാടാ പിള്ളേരെ. നീയൊക്കെ ഒരു കോണത്തിലൊരു സാൻഡ്രോയും പിടിച്ചോണ്ട്, സാൻഡ്രോ എന്നൊക്കെ പറഞ്ഞ വണ്ടി എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം 25,000 രൂപയുടെ മയിലും പിടിച്ചുകൊണ്ട് ഇത് വന്നാന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ വെച്ച് നിങ്ങൾ ഈ ഒതുങ്ങിക്കിടന്ന് ഈ പറഞ്ഞ വല്ല കള്ളോ കഞ്ചാവോ നീയൊക്കെ എന്നെ കൊടുത്തതെന്ന് പറയാൻ പാടില്ല.
ഇതൊക്കെ നോക്കിയും കണ്ടു എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അവരുടെ കയ്യോ കാലോ പിടിച്ചിട്ട് ഒഴിവായി പോയി കഴിഞ്ഞാൽ എല്ലാം ഏതൊരു പോലീസുകാരാണെങ്കിലും ഉദ്യോഗസ്ഥരാണെങ്കിലും അവർക്ക് ഒരു മനസാക്ഷി എന്തെങ്കിലും കാണും. ഈ പരിപാടി കാണിച്ചിട്ട് പോയാൽ നീയൊക്കെ ജീവിക്കണമെന്നുള്ളൂ, അല്ല അനുഭവിക്കണം. ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇതൊക്കെ എന്തൊരു നീയൊക്കെ പൊട്ടനായിട്ടാണോടാ നീക്ക് ഈ നാളെ ഈ നാട്ടിൽ ജീവിക്കേണ്ടത്. ഈ നാട്ടുകാരുടെ മറ്റേ പരിപാടി വേറെ. പിന്നെ നീയൊക്കെ ഇവന്മാരുടെ ഈ ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ നിൻ്റെയൊക്കെ ഇടപാട് തീരില്ലേ? മണ്ടനാണോ നീയൊക്കെ? എന്തിനാണ് ആ പിള്ളേരെ ഇത് കൂട്ടി പരിപാടി കാണിക്കുന്നത്? സ്നേഹം കൊണ്ട് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. എൻ്റെ പൊന്നെ. ഓക്കെ എന്നാൽ.